ഇളയ ദളപതി. ദളപതി എന്ന് പറഞ്ഞാൽ ഒരു വലിയ കൂട്ടം ആളുകളുടെ നേതാവെന്നാണ്. അക്ഷരാർത്ഥത്തിൽ വിജയ് ഇപ്പോൾ ഇളയ ദളപതിയായി മാറിയിരിക്കുന്നു. തമിഴ്നാട്ടിലെ 8 കോടി ജനങ്ങളുടെ നേതാവായി, അവരുടെ മുഖ്യമന്ത്രിയായി ഇപ്പോൾ അവരോധിതനായിരിക്കുന്നു. ഏറെക്കുറെ അസാധ്യമാണെന്ന് ആളുകളെ കൊണ്ട് ചിന്തിപ്പിച്ച ഒരു തോന്നലായിരുന്നു വിജയ് എന്ന മുഖ്യമന്ത്രി. എന്നാൽ എങ്ങനെയാണ് ആ തോന്നൽ ഇപ്പോൾ യാഥാർത്ഥ്യമായത്? ഇത് തമിഴ്നാടാണ്, ഇവിടെ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് നമുക്കങ്ങ് നിർത്താൻ സാധിക്കില്ല. മുൻപ് MGR മുഖ്യമന്ത്രി ആയിട്ടുണ്ട്, ജയലളിത മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. അവരൊക്കെ നടീനടന്മാർ തന്നെയായിരുന്നു, വെറും നടീനടന്മാരല്ല. ലക്ഷക്കണക്കിന് ആരാധകരുണ്ടായിരുന്ന നായകനും നായികയുമായിരുന്നു, വലിയ സൂപ്പർ സ്റ്റാറുകളായിരുന്നു. അവരിൽ നിന്ന് തീർത്തും വ്യത്യസ്തനൊന്നുമല്ല വിജയ്. വിജയും തമിഴ്നാട് അടക്കി ഭരിക്കുന്ന ഒരു സൂപ്പർ ഹീറോ തന്നെയാണ്. പക്ഷേ അവരുടെ സാഹചര്യം ഒന്നുമല്ല വിജയുടെ സാഹചര്യം. ഇത് കുറച്ച് ഡാർക്കാണ്, ഇത് കുറച്ച് ഫാസ്റ്റാണ്. ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കാൻ പാടില്ലാത്ത സകല കാര്യങ്ങളും വിജയുടെ കേസിൽ നടന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മുമ്പ് 41 പേരുടെ മരണത്തിന് കാരണക്കാരനായി, കുറ്റാരോപിതനായി അദ്ദേഹം മാറി. അദ്ദേഹത്തിനെതിരെ CBI അന്വേഷണം നിലവിൽ നടക്കുന്നുണ്ട്. ജനങ്ങളുടെ മുമ്പിൽ വിജയ് ഒരു ഫാമിലിമാനാണ്. പക്ഷേ ഇലക്ഷന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആ ഫാമിലിമാൻ്റെ ഭാര്യ കോടതിയുടെ മുൻപിൽ വരെ എത്തി. ഡിവോഴ്സാണ് അവരുടെ ആവശ്യം. ഇലക്ഷന് ഏതാനും ദിവസങ്ങൾ മുമ്പ് വരെ വിജയിയെ ഒരു കോമാളിയായി ചിത്രീകരിക്കാനുള്ള ഒരുപാട് സുവർണ അവസരങ്ങൾ എതിരാളികൾക്കും മാധ്യമപ്രവർത്തകർക്കും കിട്ടി. അവരത് കൃത്യമായിട്ട് വിനിയോഗിക്കുകയും ചെയ്തു. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല. ഈ വിജയിയാണോ തമിഴ്നാട് വർഷങ്ങളായി കാത്തു നിൽക്കുന്ന വിപ്ലവ നായകൻ? അതോ ഇത് വെറുമൊരു താരാരാധനയുടെ പരിണിത ഫലമോ? വളരെ ഡീറ്റെയിലായി നമുക്ക് ഈ വിജയ് ഫിനോമിന, വിജയുടെ ഈ കേസ് സ്റ്റഡി ഒന്ന് പരിശോധിക്കാം. ആദ്യകാലഘട്ടങ്ങളിലെ ബോധപൂർവമുള്ള നിശബ്ദതയും അതിനുശേഷം ബോധപൂർവം അദ്ദേഹത്തിൻ്റെ തന്നെ സ്ക്രിപ്റ്റിൽ നടത്തിയിട്ടുള്ള ചില സോഷ്യൽ എക്സ്പെരിമെൻറ്റുകളും ഒക്കെ ഇവിടെ ചർച്ചാ വിഷയമാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ DNA തന്നെ എക്കാലത്തേക്കുമായി പൊളിച്ചെഴുതിയ ഈ വിപ്ലവകരമായിട്ടുള്ള മാറ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്നത് വിജയ് തിരഞ്ഞെടുപ്പിലേക്ക് കടന്നത് 2024 മാത്രമാണെന്നാണ്. പക്ഷേ അതൊരു തെറ്റിദ്ധാരണയാണ്. 26 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. 2009 അദ്ദേഹം ഒരു ഫാൻസ് അസോസിയേഷൻ തന്നെ ഉണ്ടാക്കിയിരുന്നു, VMK, വിജയ് മക്കൾ ഇയക്കം. വെളിയിൽ നിന്നും നോക്കുന്നവർക്ക് അതൊരു ഫാൻ ക്ലബ്ബ് മാത്രമാണ്. പക്ഷേ അതൊരു മാസീവായ സോഷ്യൽ എക്സ്പെരിമെൻ്റ് ആയിരുന്നു. ബോധപൂർവം ആളുകളെ പ്രത്യേകമായിട്ടുള്ള ഒരു പരീക്ഷണത്തിന് അദ്ദേഹം വിധേയമാക്കുകയായിരുന്നു. പതിറ്റാണ്ടുകൾ കൊണ്ട് വിജയുടെ ആരാധകർ മാത്രമായിരുന്ന മനുഷ്യരെ അദ്ദേഹം ഒരു വലിയ ആർമിയാക്കി മാറ്റി. വിജയ്ക്ക് വേണ്ടി പോരാടുന്ന ഒരു ആർമി. തിയേറ്ററിൽ പോയി വിസിലടിക്കുക മാത്രമായിരുന്നില്ല അവരുടെ ജോലി. രക്തം കൊടുക്കാൻ അവർ എപ്പോഴും തയ്യാറായിരുന്നു. അതിനുവേണ്ടി അവർ അനേകം ക്യാമ്പയിനുകൾ നടത്തി. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്യും. സാധാരണക്കാരുടെ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കി അതിലൊക്കെ ഇടപെടും. അങ്ങനെ ക്രമേണ അവർ സമൂഹത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വലിയ ഭാഗമായി മാറി. 2024 വിജയ് ഔദ്യോഗികമായി പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന 35,000-ഓളം വരുന്ന സബ് ക്ലബ്ബുകളുണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ തമിഴ്നാട്ടിൽ സുപരിചിതരുമാണ്. വിജയ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്നത് 2021 ആ വർഷമായിരുന്നു തമിഴ്നാട്ടിലെ ലോക്കൽ ബോഡി ഇലക്ഷൻ. ആ ഇലക്ഷനിൽ അദ്ദേഹത്തിൻ്റെ സബ് ക്ലബ്ബുകളൊക്കെ മത്സരിച്ചു. പക്ഷേ ഒരൊറ്റ റാലിയിൽ പോലും വിജയ് പങ്കെടുത്തിരുന്നില്ല. ഇത് വെറും തമാശ മാത്രമായിരിക്കുമെന്നാണ് എതിരാളികൾ കരുതിയത്. പക്ഷേ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് 115 സീറ്റുകളിലാണ് അവർ വിജയിച്ച് മുന്നേറിയത്. അതോടുകൂടി പൊളിറ്റിക്കൽ പാർട്ടികൾ അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ ആർമിയെയും സസൂക്ഷ്മം നിരീക്ഷിക്കാൻ തുടങ്ങി. അപ്പോഴും ഒരു വലിയ കൂട്ടം ആളുകൾ, വലിയ കൂട്ടം പൊളിറ്റീഷ്യൻസ് തന്നെ ഇതിനെ കാര്യമായിട്ടൊന്നും എടുത്തിരുന്നില്ല. ഫേമസ് ആയിട്ടുള്ള ഒരു പാർട്ടി സിമ്പലുമില്ലാതെ, ഒരു പാർട്ടിയുടെയും പിൻബലമില്ലാതെ, ഒരു പാർട്ടി നേതാക്കളുടെ സഹായമില്ലാതെ ഇത്രയധികം സീറ്റ് അദ്ദേഹത്തിൻ്റെ ഫാൻസ് ഒറ്റയ്ക്ക് പോരാടി നേടുക എന്ന് പറഞ്ഞാൽ അവർ വെറും ഫാൻസ് അല്ല, അവർ ശരിക്കും ഒരു ആർമി തന്നെയാണ്. അവർ അതിശക്തമായി വളർന്നു വരാൻ സാധ്യതയുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ആ കാലഘട്ടത്തിൽ തന്നെ മാറി. ഇതേസമയം വിജയുടെ കോൺസെൻട്രേഷൻ മുഴുവനും സിനിമകളിലായിരുന്നു. ഒരു നടൻ സിനിമയെ എങ്ങനെയാണോ നോക്കിക്കാണുന്നത് ആ രീതിയിലൊന്നുമല്ല വിജയ് നോക്കിക്കണ്ടത്. ഇത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു സാമൂഹിക പരീക്ഷണമായിരുന്നു. മെർസൽ എന്ന സിനിമയിൽ അദ്ദേഹം GSTയെ ചോദ്യം ചെയ്തു.
സർക്കാർ സിനിമയിൽ സൗജന്യമായി ഓരോ രാഷ്ട്രീയ പാർട്ടികളും ചെയ്തു കൊടുക്കുന്ന ഫ്രീ ബൈയെക്കുറിച്ചാണ് അദ്ദേഹം ചർച്ച ചെയ്തത്. അതിനെ ശക്തമായി വിമർശിക്കുകയും ചെയ്തു. ബിഗിൽ സിനിമയിൽ സ്ത്രീ ശാക്തീകരണമായിരുന്നു വിഷയം. ഓരോ സിനിമയും ഇറങ്ങിക്കഴിയുമ്പോൾ അദ്ദേഹം സമൂഹത്തിലേക്ക് നോക്കും. ആളുകൾ എങ്ങനെയാണ് ആ ഡയലോഗിനെ കൈകാര്യം ചെയ്യുന്നതെന്ന് അദ്ദേഹം വിലയിരുത്തും. ഏത് ഡയലോഗിനാണ് ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടുന്നത്, ഏതിനാണ് ഏറ്റവും കൂടുതൽ അംഗീകാരം കിട്ടുന്നത്. ഇങ്ങനെ ഒരുപാട് പഠനങ്ങൾ വളരെ സൈലൻ്റായിട്ട് നടത്തിയതിന് ശേഷം മാത്രം 2024 അദ്ദേഹം രംഗപ്രവേശനം നടത്തി. ആളുകളുടെ മുൻപിലേക്ക് TVK എന്ന ഒരു പാർട്ടിയുമായിട്ട് ഇറങ്ങിയ വിജയ്ക്ക് ആരും ഒരു തന്ത്രവും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു PR ഓർഗനൈസേഷൻ്റെ സഹായവും വേണ്ട. ആളുകൾക്ക് എന്താണ് ഇഷ്ടം, ആളുകൾ എന്താണ് തന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, താൻ എന്ത് പറയുമ്പോഴാണ് ആളുകൾ കൂടുതലായി കൈയടിക്കുന്നത്, അവർ എന്തൊക്കെയാണ് സ്വീകരിക്കുന്നത്, ഇതൊക്കെ അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം. ഒരു സിനിമയിൽ എല്ലാ കാര്യങ്ങളും ശുഭമായിട്ട് തന്നെ പോകില്ല. അതിനിടയിൽ ഒരുപാട് പ്രതിസന്ധികൾ നായകന് നേരിടേണ്ടി വരും. വിജയ് എന്ന പൊളിറ്റീഷ്യനും ഇതുതന്നെ നേരിടേണ്ടി വന്നു. പ്ലാൻ ചെയ്തതുപോലൊക്കെ തന്നെ അദ്ദേഹം രംഗപ്രവേശനം നടത്തി. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. അക്കൂട്ടത്തിൽ ഏറ്റവും ഭയാനകമായിട്ടുള്ള പ്രതിസന്ധി 2025 സെപ്റ്റംബറിൽ കാരൂരിലാണ് നടന്നത്. കാരൂരിൽ വരുന്ന വിജയിയെ ഒന്ന് കാണാനായിട്ട്, അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒന്ന് കേൾക്കാനായി അവിടെ 10,000-കണക്കിന് ആളുകളാണ് തിങ്ങിക്കൂടിയത്. പക്ഷേ വിജയ് അന്ന് വരാൻ കുറച്ച് വൈകി. കുറച്ചെന്ന് പറഞ്ഞാൽ 7 മണിക്കൂറോളം വൈകി. അന്ന് പകൽ സമയത്തായിരുന്നു അവിടെ അദ്ദേഹം എത്തേണ്ടത്. പക്ഷേ എത്തിച്ചേർന്നത് രാത്രിയിലാണ്. സാധാരണഗതിയിൽ ഇത്രയധികം വൈകിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ ആരും കാണില്ല. പക്ഷേ വിജയുടെ ആരാധകർ അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം വരുമ്പോഴേക്കും അവിടെ 25,000-ഓളം വരുന്ന ആളുകളുണ്ടായിരുന്നു. കൊടും ചൂടിൽ എങ്ങോട്ടും മാറാതെ അവിടെ അങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുകയായിരുന്നു അദ്ദേഹത്തെ ഒന്ന് കാണാനായി. പക്ഷേ പിന്നീടെല്ലാം കൈവിട്ടുപോയി. അരാജകത്വത്തിൻ്റെ നിമിഷങ്ങളാണ് പിന്നീട് അവിടെ നടന്നത്. തിക്കിലും തിരക്കിലും പെട്ട് 41 പേരാണ് മരണപ്പെട്ടത്. ഇത് വെറും ഒരു PR നൈറ്റ്മെയർ മാത്രമായിരുന്നില്ല, ലീഗൽ ബാറ്റിലിന് പോലും അത് കാരണമായി മാറി. 2026 ജനുവരി മാസത്തിൽ CBI വിജയിയെ അവരുടെ ഡൽഹിയിലുള്ള ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ചു വരുത്തി. പിന്നീട് അങ്ങോട്ട് ചോദ്യശരങ്ങളുടെ പെരുമഴയായിരുന്നു. നിങ്ങൾ എന്തിനാണ് ഇത്ര മോശമായി ഒരു റാലി അറേഞ്ച് ചെയ്തത്? നിങ്ങൾ എന്തിനാണ് 7 മണിക്കൂർ ലേറ്റായിട്ട് അവിടെ വന്നത്? ഇങ്ങനെ അനവധി ചോദ്യങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. തമിഴ്നാട്ടിലുള്ള ആളുകളുടെ മുൻപിൽ വിജയ് ഒരു ചോദ്യചിഹ്നമായി മാറി. സ്വന്തം ആരാധകരെ, സ്വന്തം ഫോളോവേഴ്സിനെ പോലും സംരക്ഷിക്കാൻ സാധിക്കാത്ത വിജയ് എങ്ങനെയാണ് തമിഴ്നാട് ഭരിക്കാൻ പോകുന്നത്? ഈ നിയമയുദ്ധങ്ങൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ് പോലും ആളുകളുടെ മുമ്പിൽ തുറക്കപ്പെട്ടു. തൊട്ടടുത്ത മാസം 2026 ഫെബ്രുവരി മാസത്തിൽ അദ്ദേഹത്തോടൊപ്പം 27 വർഷം ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ സംഗീത നേരെ കോടതിയിലേക്ക് പോയി. വിജയ്ക്ക് ഒരു സിനിമാ നടിയുമായി മോശപ്പെട്ട ബന്ധമുണ്ട്. ആ ബന്ധം കാരണം താനുമായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ ഇല്ലാതെയായിരിക്കുന്നു. ഫൈനാൻഷ്യലി തന്നെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു. ഇത് ശരിക്കും ഒരു ഇടുത്തി പോലെയാണ് വിജയുടെ മേൽ വന്നു വീണത്. അത്രയും നാൾ അദ്ദേഹത്തിനുണ്ടായിരുന്നത് ഒരു ഫാമിലി മാൻ പരിവേഷമായിരുന്നു. അതിനോടൊപ്പം 2021 വിജയുടെ മറ്റൊരു കുടുംബ കേസുകൂടെ തലപൊക്കി വന്നു. അല്ലെങ്കിൽ ആളുകൾ ബോധപൂർവം കുത്തിപ്പൊക്കി. 2021 അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരൻസുമായിട്ട് ഒരു നിയമയുദ്ധത്തിൽ ഏർപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേരുപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ പേരൻസ് മറ്റ് പല പാർട്ടികൾക്കും വേണ്ടി വോട്ട് പിടിക്കുന്നു. ആ പാർട്ടികളോട് തനിക്ക് ഒരു രീതിയിലുള്ള കൂറുമില്ല, അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് അദ്ദേഹം കോടതിയെ സമീപിച്ചത്. സ്വന്തം കുടുംബത്തെ പോലും ഒന്നിപ്പിക്കാൻ സാധിക്കാത്ത, അവരെ പോലും സ്നേഹിക്കാൻ സാധിക്കാത്ത വിജയ്ക്ക് എങ്ങനെയാണ് 8 കോടിയോളം വരുന്ന തമിഴ് ജനത്തെ ഒന്നിപ്പിക്കാൻ സാധിക്കുന്നത്, അവരെ ഭരിക്കാൻ സാധിക്കുന്നത്? ഇത് ഒപ്പോസിഷൻ പാർട്ടി മാത്രമല്ല, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോലും ചോദിച്ചു തുടങ്ങി. ഈ പറഞ്ഞ കേസുകളൊന്നും ഒപ്പോസിഷൻ പാർട്ടി ബോധപൂർവം വിജയുടെ തലയിൽ ഇട്ട് കൊടുത്തതല്ല. ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഉയർന്നു വന്ന കേസുകൾ തന്നെയാണ്. പക്ഷേ ഒപ്പോസിഷൻ പാർട്ടീസ് അങ്ങനെ വെറുതെ ഇരിക്കാനൊന്നും കൂട്ടാക്കിയില്ല. എണ്ണയിട്ട യന്ത്രം പോലെ അവർ ഉണർന്നു പ്രവർത്തിച്ചു. വിജയുടെ പഴയകാല കേസുകളൊക്കെ ഓരോന്നായി അവർ കുത്തിപ്പൊക്കി. ആ കൂട്ടത്തിൽ ഏറ്റവും കുപ്രശസ്തി ആർജിച്ച 2 കേസുകളുണ്ട്. ഒന്ന് 2021 കേസ്, മറ്റൊന്ന് 2015 കേസ്. 2021 കേസ് ഇംഗ്ലണ്ടിൽ നിന്നും റോൾസ് റോയ്സ് കാർ ഇറക്കുമതി ചെയ്തതുമായി ബന്ധപ്പെട്ടതാണ്. അന്ന് ജഡ്ജി വളരെ രൂക്ഷമായിട്ടാണ് വിജയോട് പെരുമാറിയത്. ഇതൊരു ആൻറ്റി നാഷണൽ ആക്ട് ആണെന്ന് പോലും അന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 2015 കേസ് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടതായിരുന്നു.
അന്ന് 15 കോടിയുടെ വെട്ടിപ്പാണ് വിജയ് നടത്തിയത്. അതിന് അദ്ദേഹത്തിന് കനത്ത പെനാൽറ്റി ഒടുവിൽ അടയ്ക്കേണ്ടി വന്നു. ചുരുക്കത്തിൽ ഇലക്ഷന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ ശരിക്കും ഒരു സൂപ്പർ സ്റ്റാർ പരിവേഷമൊന്നും വിജയ്ക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിജയ് വിജയിക്കുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്രതീക്ഷിതമായിട്ടുള്ളൊരു വിജയമായിട്ട് ആളുകൾ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതൊക്കെയാണ്. ഇലക്ഷന് തൊട്ട് മുമ്പ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ കൂട്ടർ തോക്കുമെന്നാണ് ആളുകൾ കരുതുക. പക്ഷേ വിജയ് തോറ്റില്ല. വിജയ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. എങ്ങനെയാണ് വിജയ് വൻ ഭൂരിപക്ഷത്തിൽ എന്നിട്ടും ജയിച്ചത്? അതിന് നന്ദി പറയേണ്ടത് DMK ADMK പാർട്ടിക്കാണ്. രണ്ട് പാർട്ടിയെയും ശരിക്കും തമിഴ്നാട് മടുത്തിട്ടുണ്ട്. തമിഴ്നാട് ശരിക്കും സ്നേഹിച്ചിരുന്ന അവരുടെ നേതാക്കന്മാർ ഇപ്പോൾ നിലവിലില്ല. ആളുകൾ ശരിക്കും സ്നേഹിച്ചു തുടങ്ങിയ സ്റ്റാലിനാണ് മുഖ്യമന്ത്രി. പക്ഷേ അദ്ദേഹം അധികാരം വലിയ രീതിയിൽ തന്നെ ദുർവിനിയോഗം ചെയ്തു. അദ്ദേഹത്തിൻ്റെ മകന് പ്രധാനപ്പെട്ട അധികാരങ്ങളെല്ലാം മന്ത്രിസ്ഥാനമായി വെച്ചുകൊടുത്തു. തമിഴ്നാടിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള അനേകം ജില്ലകൾ ഒക്കെ സ്റ്റാലിൻ്റെ കുടുംബത്തിലുള്ള വ്യത്യസ്തരായിട്ടുള്ള അംഗങ്ങളാണ് ശരിക്കും ഭരിച്ചിരുന്നത്. ഈ കുടുംബ ഭരണത്തിൻ്റെ ഇടയിലേക്കാണ് വിജയുടെ കടന്നുവരവ്. മറുഭാഗത്ത് AIADMK ഉണ്ട്. പക്ഷേ അവർ ഒട്ടും തന്നെ ശക്തമല്ല. 2016 ജയലളിതയുടെ മരണം. ജയലളിതയുടെ മരണത്തിന് ശേഷം പിന്നീട് നല്ലൊരു നേതാവിനെ അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അവർ പല പല ഡിവിഷനുകളായിട്ട് മുറിഞ്ഞു മാറി. അങ്ങനെ മുറിഞ്ഞു മാറിയ ഡിവിഷനുകൾ പരസ്പരം പോരാടിക്കൊണ്ട് തന്നെ ഇരുന്നു. അങ്ങനെ ലീഡർഷിപ്പിൻ്റെ ഒരു വാക്യൂം ഉണ്ടായി. അവരുടെ മുൻപിൽ ഉത്തരമായി വിജയ് മാത്രമേ ഉള്ളൂ. വിജയ് ഒരു പെർഫെക്റ്റ് സൊല്യൂഷനൊന്നുമല്ലെന്ന് അവർക്ക് വ്യക്തമായിട്ടറിയാം. കാരണം ഒരു ക്ലീൻ ചീറ്റൊന്നുമല്ല ഇപ്പോൾ വിജയ്ക്കുള്ളത്. പക്ഷേ അവർ വിജയിയെ ചൂസ് ചെയ്തു. കാരണം വിജയ് ഒരു ഔട്ട്സൈഡറായിരുന്നു. വിജയ് അങ്ങനെ തന്നെ പറഞ്ഞിട്ടാണ് ശരിക്കും രംഗപ്രവേശനം നടത്തുന്നത്. DMKയിലുള്ള ആളുമല്ല, AIADMKയിലുള്ള ആളുമല്ല. തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു പുതിയ വ്യക്തി. ഈ കേസ് സ്റ്റഡിയിൽ നമുക്ക് തമിഴ്നാടിൻ്റെ താരാരാധനയും ഒഴിവാക്കാൻ സാധിക്കില്ല. ഒരു പൊളിറ്റീഷ്യൻ CM എന്ന പൊസിഷനിലേക്ക് വരണമെങ്കിൽ 30-40 വർഷങ്ങളൊക്കെ വേണ്ടിവരും. അതിന് മുമ്പ് തന്നെ വന്നവരുണ്ട്. പക്ഷേ അത് പലപ്പോഴും പല സമവാക്യങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നതിനാലാണ്. വിജയിയെ സംബന്ധിച്ചിടത്തോളം പൊടുന്നനെയാണ് ചീഫ് മിനിസ്റ്റർ എന്ന സ്ഥാനത്തേക്ക് എത്താൻ സാധിച്ചത്. അതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ ആരാധക വൃന്ദങ്ങൾ തന്നെയാണ്. വർഷങ്ങളായി അദ്ദേഹത്തെ സ്ക്രീനിൽ കാണുന്നു. 1-2 വർഷമല്ല, ഏതാണ്ട് 3 പതിറ്റാണ്ടുകൾ. ആ 3 പതിറ്റാണ്ടെന്ന് പറയുമ്പോൾ അതിൽ ഒരൊറ്റ തലമുറയല്ല, അനേകം തലമുറകളുണ്ട്. കുഞ്ഞു പ്രായത്തിൽ അദ്ദേഹത്തെ വലിയ സ്ക്രീനിൽ കണ്ടിരുന്ന ആളുകൾക്ക് ഇപ്പോൾ 40-45 വയസ്സുണ്ട്. അവിടുന്ന് താഴോട്ട് അങ്ങ് 18 വയസ്സുവരെ നീണ്ടു കിടക്കുന്ന ഒരു വലിയ ഫാൻ ബേസ് തന്നെ വിജയ്ക്കുണ്ടായിരുന്നു. അതിൽ പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളുമുണ്ട്. സ്ത്രീകളുടെ കൂട്ടത്തിൽ തന്നെ നല്ല പ്രായമുള്ള സ്ത്രീകൾ പോലുമുണ്ട്. അവരിൽ പലരും വർഷങ്ങളായി വോട്ട് പോലും ചെയ്തിരുന്നില്ല. വിജയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ അന്നവർ പോളിംഗ് സ്റ്റേഷനിലെത്തി. അതിൻ്റെ കാരണം പേഴ്സണൽ ബോണ്ടാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വിജയ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനല്ല, അവരുടെ മകനാണ്, അവരുടെ സഹോദരനാണ്, അവരുടെ അടുത്ത സുഹൃത്താണ്. 85% ആളുകളാണ് ഇത്തവണ തമിഴ്നാട്ടിൽ വോട്ട് രേഖപ്പെടുത്തിയത്. അത് തമിഴ്നാടെന്ന സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആയിരുന്നു. തമിഴ്നാട്ടിൽ കഴിഞ്ഞ 59 വർഷമായി 2 കക്ഷികൾ തമ്മിലുള്ള മത്സരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. DMK ഒരു ഭാഗത്ത്, AIADMK മറുഭാഗത്ത്. എന്നാൽ ആ സൈക്കിൾ ഇപ്പോൾ ബ്രേക്ക് ആയിരിക്കുന്നു. പുതിയൊരു കക്ഷി അധികാരത്തിൽ വന്നിരിക്കുന്നു. 108 സീറ്റുകളാണ് അവർക്ക് കിട്ടിയത്. 35% വോട്ട് ഷെയറുമുണ്ട്. അസാധ്യമെന്ന് തെരഞ്ഞെടുപ്പ് എക്സ്പേർട്സ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ സാധ്യമായിരിക്കുന്നത്. നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നിട്ടുള്ള ആ സത്യപ്രതിജ്ഞ ശരിക്കും ഒരു ക്ലൈമാക്സ് ഒന്നുമല്ല. അതാണ് ശരിക്കുമുള്ള ഇൻട്രൊഡക്ഷൻ, നായകൻ്റെ ഇൻട്രൊഡക്ഷൻ. അത് ഒരു ഹൊറർ മൂവി ആകുമോ, അതോ ഒരു ഡിസാസ്റ്റർ ആകുമോ, അതുമല്ലെങ്കിൽ പതിവ് വിജയ് ഫോർമുല മൂവി ആകുമോ എന്ന് കാലം തെളിയിക്കണം. ഈ സിനിമയിൽ വിജയുടെ പതിവ് സിനിമകൾ ഉള്ളതുപോലുള്ള കട്ടും റീടേക്കും ഒന്നുമില്ല. ചെയ്ത കാര്യം വീണ്ടും ആവർത്തിക്കാൻ കഴിയില്ല. ചെയ്തത് തന്നെയാണ്. ആളുകൾ അത് നോക്കിക്കണ്ട് വിലയിരുത്തും. ഓപ്പോസിഷൻ പാർട്ടീസ് വെറുതെ ഇരിക്കില്ല. അവർ സസൂക്ഷ്മം വിജയിയെ നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. വിജയ് ഒരു വലിയ ഫെയിലറാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യതയാണ് ഇപ്പോൾ അവരുടെ ചുമരിൽ വന്ന് വീണിരിക്കുന്നത്. അങ്ങനെ തെളിയിച്ചില്ലെങ്കിൽ തമിഴ്നാടിൻ്റെ ചരിത്രം തന്നെ മാറിപ്പോകും. ഇനി അങ്ങോട്ട് DMKയോ AIADMKയോ ഇല്ലാതെയായി എന്ന് വന്നാൽ അതിൽ അതിശയപ്പെടാൻ ഒന്നുമില്ല. കാരണം ഇവിടെ വലിയൊരു മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. ആ വലിയ മാറ്റം എങ്ങോട്ടാണ് പോകുന്നതെന്ന് കാലത്തിന് മാത്രമേ
പറഞ്ഞു തരാൻ സാധിക്കൂ. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ആ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ റേറ്റ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ മെമ്മറി 20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.